വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ റിസൾട്ട്സ് എന്നായിരിക്കും? ഒരുപാട് കുട്ടികൾ ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് MCom ആണെങ്കിൽ MCom, MBA ആണെങ്കിൽ MBA, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ് ഇതിലോട്ടൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസ് ആണ് മെയിൻ എയിം. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ PSC, അതുപോലെ തന്നെ SSC, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ എക്സാംസിൻ്റെയും പ്രത്യേകത നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെയായിട്ട് റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്നായിരിക്കും എന്നുള്ളതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCom, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന MCom ആവട്ടെ, അതുപോലെ തന്നെ MBA ആവട്ടെ, ഇതിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ദെൻ അത് മാത്രമല്ല കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ അഡ്മിഷനും കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ റിസൾട്ട്സ് വിത്തിൻ 2 വീക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കാം. അതിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ പ്രൊസീജിയേഴ്സും ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ജൂൺ മാസത്തിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ പറയുന്ന പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് ആവില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് മോസ്റ്റ്ലി ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് പേടിക്കണ്ട. പിന്നെ ചോദിക്കുന്നത്, ഈ റിസൾട്ട് വരുമ്പോൾ ക്വാളിഫൈഡ് ആയിരിക്കണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും, PSC ആണെങ്കിലും SSC എന്താണെങ്കിലും. അപ്പോൾ അതാണ് നെക്സ്റ്റ്. അപ്പോൾ അധികം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വരില്ല, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വരും. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ഒരുപാട് കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സസിന്റെ കേസിൽ പഠിച്ചു തുടങ്ങി, അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ എടുത്ത്. ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ CMA ആവട്ടെ, CA ആവട്ടെ, എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട, റിസൾട്ട് ആ വഴിക്ക് വരും. ഇതുവരെ 5th സെമസ്റ്റർ വരെ നല്ല മാർക്ക് കിട്ടിയുള്ള കുട്ടികൾക്ക് അറിയാലോ 6 എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഒന്നും കഴിയാത്തവർക്കാണ് ഈ പറയുന്ന വേവലാതിയും കാര്യങ്ങളും. അപ്പോൾ നമ്മളെല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ വരട്ടെ. നിങ്ങളാണ് 3 ഇയർ UGയിലെ അവസാനത്തെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ. ഇനി 3 ഇയർ UG ഇല്ല, 4 ഇയർ UG ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നമ്മൾ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിയുന്നവരെ നമ്മുടെ ചാനലിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഹയർ സ്റ്റഡീസ് ആവട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാംസ്, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.